ഇന്ത്യയ്ക്ക് മേലുള്ള മെക്സിക്കോയുടെ 50% തീരുവ ഓട്ടോ അടക്കം 5 സെക്ടറുകളെ ബാധിക്കും. ട്രംപിനെ പ്രീണിപ്പിക്കാനുള്ള തന്ത്രമെന്നാണ് നിഗമനം. ജനുവരി 1 മുതലാണ് മെക്സിക്കോയുടെ തീരുവ ഇന്ത്യക്ക് ബാധകമാവുക. ഇന്ത്യയുടെ ഏറ്റവും വലിയ മൂന്നാമത്തെ കാർ കയറ്റുമതി വിപണിയാണ് മെക്സിക്കോ. അതിനാൽ തന്നെ ഓട്ടോ സെക്ടറിലായിരിക്കും വലിയ ആഘാതം വരികയെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ടെക്സ്റ്റൈൽസ്, സ്റ്റീൽ, പാദരക്ഷാ മേഖലകളിലും ഭീഷണിയുണ്ടാവും. ഇത് ആഗോള സപ്ലൈ ചെയിനുകളിൽ അനിശ്ചിതത്വം സൃഷ്ടിക്കും. നിലവിൽ ഈ താരിഫ് ബാധകമല്ലാത്ത IT, ഫാർമ തുടങ്ങിയ സർവീസ് മേഖലകളിൽ മാത്രമാണ് ഇനി പ്രതീക്ഷയുള്ളത്. അതേസമയം മെക്സിക്കോയുടെ ഈ തീരുമാനത്തിന് പിന്നിൽ ശക്തമായ ജിയോ പൊളിറ്റിക്കൽ മാനം കൂടിയുണ്ട്. മെക്സിക്കോയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി അമേരിക്കയാണ്. ചൈനയിൽ നിന്നുള്ള സാധനങ്ങൾ മെക്സിക്കോ വഴി അമേരിക്കയിലേക്ക് കടത്തിവിടുന്നുവെന്ന് ട്രംപ് നിരന്തരം ആരോപിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിൽ US താരിഫ് ഭീഷണി കുറയ്ക്കുക, US-ഉമായുള്ള കരാറിനു മുൻപ് അമേരിക്കയെ പ്രീണിപ്പിക്കുക എന്നിവയ്ക്കുള്ള മെക്സിക്കൻ തന്ത്രമായും ഇതിനെ വിലയിരുത്താം. അതേസമയം $5.3 ബില്യൺ കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യക്ക് മെക്സിക്കോയുമായി വലിയ ട്രേഡ് സർപ്ലസ് ആണുള്ളത്. ഇതിൽ ഏകദേശം $1 മില്യൺ വരുന്നത് കാർ കയറ്റുമതിയിൽ നിന്നാണ്. വോക്സ് വാഗൺ, ഹ്യുണ്ടായി, നിസാൻ, മാരുതി സുസുക്കി തുടങ്ങിയ കമ്പനികൾക്ക് കാറുകളുടെ ഇറക്കുമതി തീരുവ 20% നിന്ന് 50% ഉയരും. ഇത് വൻ തിരിച്ചടിയാണ്. ഉൽപാദനത്തിന്റെ സ്കെയിൽ ഇക്കണോമി നിലനിർത്താൻ കയറ്റുമതിയെ ആശ്രയിക്കുന്ന ഇന്ത്യൻ വാഹന നിർമ്മാതാക്കൾ ഇതോടെ ബിസിനസ് തന്ത്രങ്ങൾ ഉടച്ചു വാർക്കേണ്ടി വരും. അതുപോലെ ഈ പുതിയ തീരുവകൾ വഴി 2026-ൽ മെക്സിക്കൻ സർക്കാരിന് ഏകദേശം $370 കോടി അധിക വരുമാനമായി നേടാനാകും. സ്വന്തം സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ മെക്സിക്കോ കണ്ടെത്തിയ വഴിയാണിതെന്നും സാമ്പത്തിക വിദഗ്ധർ പറയുന്നു. ഇന്ത്യ മെക്സിക്കോ ഉഭയകക്ഷി ചർച്ചകളെയും പുതിയ നീക്കം ബാധിക്കാം.